അറഫ ദിവസം എപ്പോഴാണ്? ദുൽഹിജ്ജ് 9 ആണ് അറഫ ദിവസം. അന്ന് നോമ്പെടുക്കൽ സുന്നത്താണെന്ന് മാത്രമല്ല അഫ്ദലു സിയാമി തതവ്വു. قال الشيخ البسام رحمه الله صوم يوم عرفة هو أفضل صيام التطوع بإجماع العلماء. അദ്ദേഹം ഉംദത്തുൽ അഹ്കാമിന്റെ ഷർഹിൽ തൗദീഹുൽ അഹ്കാമിൽ 3ാമത്തെ വോളിയം 530ാമത്തെ പേജ് ഏറ്റവും അഫ്ദലായിട്ടുള്ള സുന്നത്ത് നോമ്പ് ഏതാണ്? അറഫ ദിവസം നോമ്പെടുക്കലാണ്. അതെന്താണ്? ഇജ്മാ ആണ് ആ വിഷയത്തിൽ. ഇതാർക്കും മാത്രമാണ്? ഹാജിമാർക്ക് അല്ലാത്തവർക്കാണ്. എന്നാൽ ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കലാണ് സുന്നത്ത്. അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള എത്രത്തോളം പറഞ്ഞാൽ സഹാബാക്കൾക്ക് സംശയമായി ആ സമയത്ത്. അങ്ങനെ എന്ത് ചെയ്യും? മൈമൂന റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ പാല് എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് അയക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യും? കുടിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എന്താണ് ചെയ്തത്? നോമ്പ് ഒഴിവാക്കാണ് ചെയ്തത്. കാരണം എന്താണ്? ഇബാദത്തിന്റെ ദിവസമാണത്. അപ്പോൾ ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശക്തി വേണം, ഖുവ്വത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ നോമ്പ് എന്ത് ചെയ്യും? ഒരാൾ ദുർബലപ്പെടും. അതുകൊണ്ട് അപ്പോൾ ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കലാണ് സുന്നത്ത്. ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ടുള്ളത് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് സ്വകായുർ ദുനൂബാണ്. പാപങ്ങൾ ഏത് പാപങ്ങളാണ്? ചെറുപാപങ്ങളാണ്. കാരണം അവർ പറയുന്നത് എന്താണ്? വൻപാപങ്ങൾക്ക് പ്രത്യേകം എന്തോ ആവശ്യമുണ്ട്? തൗബ ആവശ്യമുണ്ട്. ഇനി ഒരാൾക്ക് ചെറുപാപങ്ങൾ ഇല്ലെങ്കിലോ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വർഷത്തിൽ എങ്ങനെയാണ് അവന് പ്രതീക്ഷിക്കുക? അവന് വൻപാപങ്ങളിൽ നിന്നും ചിലപ്പോൾ എന്ത് ചെയ്യാം? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാം. ഇനി അതും രണ്ടും ഇല്ലെങ്കിലോ? വൻപാപവും ഇല്ല ചെറുപാപവും ഇല്ല, അവന്റെ പദവി ഉയരാനും എന്തായിട്ട് മാറും? അത് കാരണമായിട്ട് മാറും. അവന് റിഫഅത്ത് ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറും ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞു പോയിട്ടുള്ള നമുക്ക് മനസ്സിലായി പ്രായശ്ചിത്താണ്. അത് ചെറുപാപാണ് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന എങ്ങനെ അപ്പൊ മനസ്സിലാവാ? പാപം ചെയ്യോ ഇല്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു അവന് പാപം ചെയ്യാതിരിക്കാനുള്ള തൗഫീഖ് നൽകപ്പെടും. അതാണ് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പ്രായശ്ചിത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കും. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇനി അവന് ചെയ്തു കഴിഞ്ഞാൽ, പാപങ്ങളിൽ വീണു പോയി കഴിഞ്ഞാൽ അവന് ഇതുപോലെ പാപങ്ങൾ മായ്ക്കാനുള്ള പ്രായശ്ചിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും.